മിസ്റ്റർ ഇന്ത്യ കോമ്പറ്റീഷനിലെ റണ്ണറപ്പായ ശ്രീമാൻ ഷിബു. അദ്ദേഹമാണ് ഇവിടെ ഇങ്ങനെ ഒരു ജിംനേഷ്യം ആരംഭിക്കുന്നത്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. ഒപ്പം തന്നെ നമ്മുടെ നാടിന്റെ അഭിമാനവും ഞങ്ങൾ ചെന്ന് വിളിച്ചപ്പോൾ തന്നെ വേറെ ഒരു പണിയുമില്ല വരാം എന്ന് തുറന്ന് സമ്മതിച്ച പ്രിയങ്കരനായ MLA ശ്രീമാൻ കലേഷിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി ഞാൻ സ്വാഗതം ചെയ്യുന്നത് ഏതു പാതിരാത്രി ചെന്ന് എന്താവശ്യം പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ സാധിച്ചു തരുന്ന ഒരു വനിത. ഏത് വർഷം മിസ്റ്റർ ഇന്ത്യ ആയത്? 2002. അന്നോട്ട് ഇങ്ങനെ തന്നെ? അതെ. ഒരു മുണ്ടെടുക്കുന്നതിനെ പറ്റി ഇല്ല. 9ാം വാർഡ് മെമ്പർ, ഈ നാടിന്റെ പൊതു സ്വത്ത് മായാ ബേബിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ആലുവ ജിൻഡോയെ ഞാൻ ക്ഷണിച്ചോളൂ. ആലുവയുടെ അർണോൾഡ് എന്നറിയപ്പെടുന്ന ജിൻഡോ പുഞ്ചിരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച നാടോടി നൃത്ത മത്സരത്തിൽ A ഗ്രേഡ് വാങ്ങിച്ച ഒരു കലാകാരൻ കൂടിയാണ്. നന്നായി വരും. 2 വാക്ക് സംസാരിക്കുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ MLA ക്ഷണിച്ചോളൂ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങളെല്ലാവരും എനിക്ക് നൽകി വരുന്ന സ്നേഹത്തിന് ആദ്യം തന്നെ ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യങ്ങൾ ഒന്നാണ് ശക്തി, അല്ലെങ്കിൽ ആരോഗ്യം. എന്താ അവന്റെ ഒരു ബോഡി? എന്ത് ബോഡി? എടാ, അവനും ഞാനും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അവൻ ഷഡ്ഡി ഇട്ടിട്ടുണ്ട്, മുണ്ടെടുത്തിട്ടില്ല. ഞാൻ മുണ്ടെടുത്തിട്ടുണ്ട്, ഷഡ്ഡി ഇട്ടിട്ടില്ല. വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തിയുടെ പര്യായമായ ആന അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ അനുവാദത്തോടെ ഞാനിത് ഉദ്ഘാടനം. അത് മോളില ഇവിടെ കിഴക്കെവിടെ? അല്ല, എന്തിനാ കിഴക്ക് ചോദിച്ചത്? അത് ഈ വിളക്കിന്റെ തിരി കത്തിക്കാൻ. അയ്യോ, തിരി കത്തിച്ചിട്ടല്ല ഉദ്ഘാടനം. പിന്നെ ദാ സാധനം കണ്ടോ? അതിങ്ങനെ മാറോട് വലിച്ചു പിടിച്ച് ഉദ്ഘാടനം ചെയ്യണം. സിമ്പിൾ ആയിട്ട് മാറോട് അടുപ്പിച്ചാൽ മതി. അങ്ങനെ അങ്ങനെ MLA സാറിന് ഞങ്ങളുടെ വക ഒരു ചെറിയ സ്നേഹോപഹാരം. ആയിക്കോട്ടെ, വാങ്ങിച്ചോളൂ. നിങ്ങളിത് വാങ്ങിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. വാങ്ങിക്കുകയാണെ ഞാൻ പറയുന്ന പൈസ തരണം. ചേച്ചി, ഒരു ബിസിനസ് ആവുമ്പോ ബിസിനസ് ഒന്നും എന്നെ പഠിപ്പിക്കണ്ട. ഒരു 1.5 ഈ കച്ചവടം നടക്കത്തില്ല. പലരും വന്ന് കണ്ട് വില പറഞ്ഞതാ. എല്ലാത്തിനും ഒരു മോഹവിലയുണ്ടല്ലോ. ഫൈനൽ വില 1.60. ഇത് ഓക്കെ ആണെങ്കിൽ പറ. ചേച്ചി ഒന്നും കൂടി ഒന്ന് ആലോചിച്ചിട്ട്. നടക്കുന്നെങ്കിൽ ഈ കച്ചവടം നടക്കട്ടെ എന്ന് കരുതിയ. നിങ്ങൾക്കിത് കൂടുതൽ ലാഭത്തിന് മറിച്ച് വിൽക്കാനല്ലേ? വക്ക് പൊട്ടിയ ബീറിന്റെ കുപ്പിക്ക് 1.5 രൂപയിൽ കൂടുതൽ തരാൻ പറ്റില്ല. സ്ഥിരം വന്നോണ്ടിരുന്ന തമിഴനെ 1 രൂപ 80 പൈസ വെച്ച് തന്നോണ്ടിരുന്നതാ. ഒരു ദിവസം ഒരു കാര്യവും ഇല്ലാതെ വെറും 25 പൈസയ്ക്ക് വേണ്ടി എന്നോട് കിടന്ന് തർക്കിച്ചു. ഇനിയാണ് നീ ശ്രദ്ധിക്കേണ്ടത്. അയ്യോ, ചാക്ക് കെട്ടെടുത്ത് തലയെ വെച്ച് റോഡ് ക്രോസ് ചെയ്തതാ പാവം. ഒരു ടിപ്പർ ലോറി. അയ്യോ, അതിമോഹത്തിന്റെ. ഇനി നീ ഒരു വില പറ. 1.5 തന്നെ. എന്നാ കുപ്പി എടുത്ത് അങ്ങോട്ട് മാറ്റി വെക്ക്. പത്രത്തിന് എന്ത് തരുമെന്ന് പറ. നോക്കട്ടെ. കള്ളത്രാസാണോടോ? ഈ പത്രം വിറ്റാലൊന്നും ഒന്നും കിട്ടില്ല അമ്മച്ചി. കോട്ടയത്തൊരു മാമൻ മാപ്പിളെ കേട്ടിട്ടുണ്ടോ? അങ്ങേര് പത്രം വിറ്റാ ഈ കാണുന്ന സാമ്രാജ്യം മുഴുവനും ഉണ്ടാക്കിയത്. ചുരിദാർ ഷേപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് ആഴ്ച 3 ആയി.
ഇന്ന് അവിടെ ചെന്നിട്ടും അവൾ അതിൽ തൊട്ടിട്ടില്ല. ഞാൻ പിന്നെ അവിടെ നിന്ന് തയ്പ്പിച്ചങ്ങ് വാങ്ങിച്ചു. എത്ര അളവിനുള്ളത് കിട്ടിയാലും പിന്നെ ഷേപ്പ് ചെയ്തെങ്കിലല്ലേ നിനക്ക് തൃപ്തിയാകൂ. അത് ശരിയാ, ഷേപ്പ് ചെയ്യണം, എന്നാലേ കാണാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അമ്പിച്ചിക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടാ. ചേച്ചിയുടെ പേരെന്താ? ചിത്ര. പാടുവോ? ഇല്ല. അതായത് ചേച്ചി പോലെ മെലിഞ്ഞ് ഉയരുള്ളവർക്ക് ബോഡി ഫിറ്റ് ചുരിദാറാണ് മാച്ച്. സാരി ആണെങ്കിൽ കിടക്കും. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടി ഒരു 30 എടുത്തോട്ടെ. 35 കൊടുത്തേക്കമ്മേ. ഏയ്, എന്താടോ ഇത്? ഇതൊന്നും ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. താനങ്ങ് മാറിക്കേ. അത് തന്നെ മാറിക്കേ. മാറിക്കേ, മാറിക്കേ. ആ, സാറ് വാ, കേറ്. സാറുമാര് വന്നാട്ടെ. കേറിക്കൊന്നേ. ഗുഡ് ആഫ്റ്റർനൂൺ. തണുപ്പ് ലേശം കൂട്ടിയിട്ടേ കിട്ടോ. മാക്സിമത്തിലാ. ഇതാണ് ഈപ്പച്ച മുതലാളി. അപ്പനപ്പന്മാരായിട്ട് മരത്തിന്റെ ബിസിനസ്സാ. പിന്നെ പുള്ളിക്കാരൻ ഇച്ചിരി റിയൽ എസ്റ്റേറ്റും വണ്ടിക്കച്ചവടമുണ്ട്. നിങ്ങളുടെ കൈവശം സ്കൂളല്ലേ ഉള്ളത്? അപ്പൊ ഡീൽ എങ്ങനെയാ? എടത്തലക്കാട് 90 സെന്റ് സ്ഥലവും സ്കൂളും. സ്കൂളിന്റെ കെട്ടെന്നൊക്കെ പറഞ്ഞ 10-60 കൊല്ലത്തെ പഴക്കമുള്ളതാ. പഴക്കമോ? അല്ല, അത് കൂട്ടണ്ട. സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നേ. ടിക്കറ്റ് സർ, ടിക്കറ്റ്. 3 കാരിക്കോട്. പഴയ സ്കൂളെന്ന് പറയുമ്പോൾ പിള്ളേരിലും പഠിപ്പില്ലേലും വിൽക്കാൻ ചെല്ലുമ്പോൾ നാട്ടുകാരെ ഇടപെടും. ആണോ? നമുക്ക് സംസാരിക്കാം. എന്തേ ഒരു സംശയം? അല്ല, ഇതൊരു സ്കൂളാണല്ലോ. അപ്പൊ എത്ര കുറവിൽ കിട്ടിയെന്ന് പറഞ്ഞാലും തലേന്ന് പോകൂല. വിൽക്കാൻ ഭയങ്കര പാടായിരിക്കുന്ന സാറ് പറഞ്ഞു തന്നെ. അതെ അതെ. സാറ് ചായ കുടിച്ചായിരുന്നോ? ഇല്ല. കാരിക്കോട് 3 പെരുവാ. $90 ലക്ഷം രൂപക്ക് സ്കൂൾ വാങ്ങിക്കാന്നൊക്കെ പറയുമ്പോ മുതലാളിക്ക് ഒറ്റക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലെന്നാ പറയുന്നത്. പാർട്ട്നേഴ്സ് അടക്കം ഒന്ന് ഡിസ്കസ് ചെയ്യണം. വല്ല തോട്ടം എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ ഈ വിലക്ക് കണ്ണുടച്ച് നോക്കാമായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ബ്രോക്കറല്ല, എനിക്ക് വേറെ ബിസിനസ്സാ. അല്ല, അവർക്ക് ബ്രോക്കർമാർ വേണ്ട. അതല്ലേ ഞാൻ സായിപ്പാണ് കാലേ ചവിട്ടിയ നല്ല വേദന. കുറച്ച് വേദനയൊക്കെ സഹിക്കും മുതലാളി. അതേ, ഈ സ്കൂൾ നടത്തുന്ന കമ്പനിക്കാർക്ക് ഇപ്പൊ വേറെയും കോളേജുകളുണ്ട്. ഈ എഞ്ചിനീയറിംഗ് കോളേജ്, ഇല്ല പല്ലിന്റെ കോളേജ്, അങ്ങനെ പലതും ഉണ്ട്. അവരുടെ ഒരു ലേഡീസ് ഹോസ്റ്റലില് 2 ലാബറോറിനെ കൊടുക്കാൻ പോയപ്പോ അവരെന്നോട് പറഞ്ഞതാ, ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കിക്കോളാൻ. എനിക്ക് പട്ടിയുടെ കച്ചവടം ഉണ്ട്. പെരുവിറങ്ങാനുള്ളവർക്കൊന്ന് ഇറങ്ങിക്കേ. 3 വെള്ളൂര്. ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഞാൻ ഇവിടം വരെ വന്നത്. 10 പൈസയുടെ ബുദ്ധി ആവശ്യമില്ലാത്ത പട്ടിക്കച്ചവടക്കാരായിട്ട് റിയൽ എസ്റ്റേറ്റ് ഉണ്ടാക്കാനല്ല കേട്ടോടാ സാറേ. അടുത്ത 3 കൊല്ലത്തിനുള്ളിൽ 4 ടീച്ചർമാരാണ് അവിടെ റിട്ടയർ ആവാൻ പോണേ. പുതിയതായിട്ട് നിയമിക്കാൻ പോണ ടീച്ചർക്ക് ഒരാൾക്ക് 35 ലക്ഷം രൂപ വെച്ച് മാനേജ്മെന്റിന് മേടിക്കാം. സ്കൂള് നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരാൾക്ക് 35 വെച്ച് 4 പേർക്ക് 1,40 ലക്ഷം രൂപ മേടിച്ചൂടെ? ഇപ്പം മുടക്കണത് 90 ലക്ഷം രൂപ. ലാഭല്ലേ? ഈ കച്ചവടം നടന്ന അവരൊരു പട്ടിയും കൂടി മേടിക്കാന്ന് പറഞ്ഞിട്ടേ. ഇറങ്ങുന്നില്ലേ? 3 വെള്ളൂര്. ഇത് വെള്ളൂരാ, വേഗം ഇറങ്ങിക്കേ. നമുക്ക് കാരിക്കോട് പെരുവഴി ഒന്നുകൂടി കറങ്ങി വന്നാലോ? ഈ കച്ചവടം നടക്കാനുള്ള സാധ്യതയുണ്ട്. തന്റെ കച്ചവടം ഈ ബസ്സിൽ നടക്കില്ല. താനൊക്കെ വല്ല ഹോട്ടലിൽ പോയി റൂം എടുക്കണോ? വെറുതെ മനുഷ്യന് പണിയുണ്ടാക്കാനായിട്ട്. ഇതൊക്കെ പതിവല്ലേ, അടുത്ത ബസ് വരുന്നേ. ഇതിനൊക്കെ പൈസ കൂടുതലാവേ? പൈസ ഒന്നൊരു വിഷയാക്കണ്ട ചേട്ടാ.